സോ ഹിഷാമേട്ട, അപ്പോൾ ഹിഷാമേട്ടൻ്റെ ഓരോ സിനിമയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മ്യൂസിക്കാണ് ആ ഒരു എൻറ്റയർ മൂവിനെ ലിസ്റ്റപ്പ് ചെയ്യുന്നത്. ബട്ട് ക്യാൻ യു ജസ്റ്റ് ഷെയർ ഹൗ വാസ് ദാറ്റ് പ്രോസസ്? ഇപ്പോൾ ഒരു ഇമോഷൻ, ഒരു സീൻ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ പറഞ്ഞതിന് ശേഷം അതിലേക്ക് ആ ഒരു മ്യൂസിക്കിലേക്ക് സാർ എങ്ങനെയാണ് എത്തുന്നത്? വാട്ട് ഈസ് ദാറ്റ് മാജിക്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിലൊരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂര്യ സാർ എത്തുകയും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം. അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു ഫിലിം, ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു. കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വാസ് മൈൻഡ് ബ്ലോൺ. ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, everything is going to be changing after this film, and that was Marco. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ് ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലെസ് ഓൾ ഓഫ് us ഇൻ ദിസ് ഒക്കേഷൻ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ. ഒരുപാട് സന്തോഷം. ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ. അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ആൻഡ് താങ്ക് യു സൂരി സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ്. എൻ്റെ പ്രൊഡ്യൂസർ കുമാർ, ഡയറക്ടർ പ്രശാന്ത് സർ, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമായിരിക്കും. എല്ലാവർക്കും, കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ 16th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. Thank you Hishameta, thank you so much. Yes, okay, over to Swasika. Yes, so I would love to ഞാൻ തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് മെയ്ഡ് യു ടു സെലക്ട് ദിസ് സൂരി സാറിൻ്റെ ഒരു മാമൻ മൂവി ചൂസ് ചെയ്യാനുള്ള, ഇസ് ദർ എ സ്പെഷ്യൽ റീസൺ? എല്ലാവർക്കും നമസ്കാരം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന, അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും, പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ചെറിയ കുശുമ്പ്, സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറേ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ, അറിയില്ല, ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോടൊരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു, ഐഷു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. താങ്ക് യു സോ മച്ച് സ്വാസിക. യെസ്, ഓവർ ടു ഐശ്വര്യ. യെസ്, ഐശ്വര്യ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് വാട്ട് മെയ്ഡ് യു, ഇപ്പം ആഫ്റ്റർ ഗട്ട കുസ്തി ആൻഡ് പൊന്നിയൻ സെൽവൻ യു ഹാഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെൻറ്റ് അക്രോസ് ദ ബോർഡേഴ്സ് ആൻഡ് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. സോ വാട്ട് മെയ്ഡ് യു, ഓക്കെ, ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു ലൈക്ക്. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഇരുന്നാൽ മതി. ഓക്കെ.
നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു ഒരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽട്ടായിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമുള്ള ഇപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. ഇപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഞാൻ ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിൽ നിന്നാണ് ഫ്രണ്ട് അഭിനയിക്കാൻ, ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JP സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻകുട്ടിയാണ് ഭയങ്കര. സാറിൻ്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല. താങ്ക് യു സോ മച്ച് ഐഷു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വെരി ജെനുവിൻ റിപ്ലൈ. അപ്പോൾ ഇനി മാധ്യമപ്രവർത്തകരുടെ ഒരു സമയമാണ്. லாஸ்ட் என்கிட்ட ஒரு நினச்சிக்கிட்டு இருந்தேன். ஓகே நான் சாரை பற்றி சொல்லிடுறேன். நான் கடைசியாக சொல்லான்னு இருந்தேன். ஓகே இல்லை உன்னி சாருக்கு ஃபஸ்ட்டு இந்த நேரத்தில் ஸோ ரொம்ப நன்றி, ரொம்ப தேங்க்ஸ். ஏன்னா கருடன் மூவி வெற்றிமாறன் மூவி ஃபஸ்ட்டு விடுதலை, செகண்ட் மை மூவி கருடன். ஓகே, அப்போ கருடனுக்கு அந்த மெயின் ரோல் ஒரு வில்லன் ரோல் யார் அப்படின்னு எல்லாம் ரொம்ப ட்ரை பண்ணிட்டே இருந்தோம். ஸோ அப்போ ப்ரொடியூசர் சொன்னாங்க, டைரக்டர் டிஸ்கஸ் பண்ணிட்டு இந்த மாதிரி உன்னி சார் சொன்னாங்க, இந்த மாதிரி ஆக்டர் உன்னி சார் அவருடைய ஃபோட்டோ காட்டினாங்க. ஒன்று சார் இவர் ஐயப்பன் ஹீரோ. ஆமாம் சார், அவர் இந்த வில்லன். உங்களுக்கு ஓவரத்தை டூ மச் இதெல்லாம் எப்படி இது அவர் வந்து வில்லனாக இருப்பார்? இல்லை நான் ஸ்டோரி சொன்னேன். அவர் ஸ்டோரி கேட்டுட்டு நான் ஸ்டோரி கேட்குறேன், பிடிச்சிருந்தா நான் ஓகே சொல்லியிருக்காரு. பாப்பா வேண்டவே வேண்டாம், எனக்கு ஒரு மாதிரியாக இருக்கும். அவர் இப்படி இருக்க நல்ல ஹேண்ட்ஸமாக மேலேயாக இருக்கார். நான் போயிட்டு பக்கத்தில் போயிட்டு எப்படி இது டூ மச் வேணும். இல்லை ஸ்டோரி கேட்குன்னு சொல்லி அமெரிக்காவில் இருக்கார் அப்படின்னு சொன்னாங்க. அப்புறம் பிரதர் வந்து ஸ்டோரி கேட்டாங்க. ஸ்டோரி கேட்டு பிடிச்சி போய் ஓகே அப்படின்ட்டாங்க. நான் டைரக்டர்கிட்ட கேட்டு ஓகேவா சொன்னீங்களா, நான் தான் ஹீரோன்னு சொன்னீங்களா அப்படின்னு எல்லாமே கிட்ட ஓகேன்ட்டாரு. ஐயோ எனக்கு அந்த ஒரு பயம் இருந்துக்கிட்டே இருந்துச்சு. ஏன்னா நான் அந்த மூவியை பார்த்துருக்கேன். அப்படி ஒரு கலெக்ஷன் அந்த மூவி, அப்படி ஒரு அழகான ஹீரோ, எப்படி இவர் அப்படின்னு யோசிச்சுக்கிட்டே இருந்து ஸ்பாட்டுக்கு வந்தார். அந்த ஃபஸ்ட் நாள் வந்ததுலேருந்து எண்டு ஷூட்டிங் முடிகிற வரைக்கும் நான் ஒன்று நினச்சி பார்த்தீங்களா, இப்படி ஒரு ஹீரோ இப்படி இருப்பாங்க இமேஜினேஷன் அது அங்கே இல்லவே இல்லை. ஒரு துளி கூட இல்லவே இல்லை.
எண்டு வரைக்கும் அவர் ஒரு சாதாரண ஒரு சின்ன ஆர்டிஸ்ட் மாதிரி அவர் பிஹேவ் பண்ணுவார். எனக்கு ஒரு மாதிரி ரொம்ப சங்கட்டமாக இருக்கும். பிரதர் என்ன பிரதர் எதுவுமே இல்லை அவர். நான் லாஸ்ட் ஃபைட்டில் டேரக்டர்கிட்ட கேட்டேன், சார் ஒரே அடி இப்படி அடிச்சான்ட்டு நான் போயிருக்கேன் சார், ஏறல என்ன சார். இல்லை அவர் சொல்லிட்டு கேரக்டர் என்னவோ அதுதான் அப்படின்னாரு. ஆனால் அந்த படம் முடிச்சுட்டு நான் அந்த படம் பார்க்குறப்ப படத்தை ஃபுல்லாக போட்டு பார்த்தாங்க. படத்தை பார்த்துட்டு உண்மைக்கே எனக்கு என்ன சொல்கிறேன்னு தெரியல. நான் அங்கேருந்து உண்மைக்கு நான் டேரக்டர் சொன்னேன், உன்னி சாருக்கு ஃபோன் பண்ணுங்க, ஒரே ஒரு தேங்க்ஸ் சொல்லிக்கிறோம் அப்படின்னு சொன்னேன். சார் பிரதர் அந்த படம் மிகப்பெரிய ஹிட்டு, பெரிய ஹிட்டு, பெரிய கலெக்ஷன். ஸோ அதுக்கு உண்மைக்கு உன்னி பிரதோட பங்களிப்பு தான். ஸோ அவரை கூட நடித்தது தான் எனக்கு அந்த படத்துக்கு கரெக்டான ஒரு கேரக்டர், ஒரு ஆக்டர் அங்கே இருந்ததுனால அந்த படம் ஹிட்டாச்சு. ஸோ நீங்கள் ஒத்துக்கிட்டதுக்கு ரொம்ப ரொம்ப நன்றி பிரதர், ரொம்ப ரொம்ப நன்றி. உண்மைக்கு நான் கடவுளுக்கு நன்றி சொல்லுவேன். ஏன்டா நான் எல்லாத்தையுமே சொல்லுவேன், எனக்கு டோட்டல் இந்திய மூவிலே எனக்கு மலையாள ஃபீல்டு ரொம்ப பிடிக்கும், ரொம்ப ரொம்ப பிடிக்கும். இன்னும் கூட எனக்கு ஆசையாக இருந்துச்சு அவங்க முன்னாடி நான் வேட்டிட்டு வரணுன்ட்டு. எல்லா ஆக்டர்ஸும் ரொம்ப நான் ஃபாலோ பண்ணுவேன், எனக்கு ரொம்ப பிடிக்கும். அப்படி இருக்கிறப்ப எனக்கு கரெக்டாக எனக்கு அவரே எனக்கு இந்த படத்தில் நடித்தது எனக்கு ரொம்ப ரொம்ப சந்தோஷம். நன்றி. இப்போ இங்கே வர்றப்ப பிரதரை கேட்டேன், பிரதர் எனக்கு என் லைஃப்பை நிறைய அவர்கிட்ட ஷேர் பண்ணியிருக்கேன். பிரதர் இந்த மாதிரி இங்கே வர்றோம், நாங்கள் எங்கள் கூட இருந்த சப்போர்ட்டாக இருக்குது, எனக்கு சரியாக எனக்கு மலையாளம் தெரியும், என்னைக்கு டேட்டா நான் ஓகே நான் வர்றேன், நான் வந்துடுறேன் ஓகே அப்படின்னு. இப்போ இங்கே வந்திருக்காங்க. இதுக்குமே டூரிஸ்ட் ஃபேமிலிக்கு சப்போர்ட் பண்ணாங்க சசிகுமார் சாரோட. இந்த மூவிக்கு எங்கள் மாமன் மூவிக்கு இங்கே வந்திருக்காங்க. ரொம்ப ரொம்ப நன்றி பிரதர். நீங்கள் வர வேண்டிய அவசியமே இல்லை, பட் இருந்தால் நீங்கள் இங்கே வந்துருக்கீங்க. ரொம்ப ரொம்ப நன்றி பிரதர். தேங்க்யூ பிரதர், தேங்க்யூ பிரதர். താങ്ക് യു സർ. അല്ല അങ്ങനെയല്ല അല്ല അതായത് ഞാൻ എൻ്റെ ടീമിനെ പറ്റി സംസാരിച്ചില്ല. ജസ്റ്റ് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മയക്ക തിരിച്ച് കാണിച്ചത്. ഒന്ന്, സൂരി സാറ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജെന്യുവനായിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിൽ. എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ശ്വാസിക്കാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ്, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. സീയിങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹെർ ഡ്യൂ ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹെർ ഡ്യൂ ഹിയർ. ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരിക്കോരി സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസിക എന്ന് പറഞ്ഞ ആക്ടറിന് അവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ്. മാരി സെൽവരാജ് സാറിൻ്റെ സ്പീച്ചിൻ്റെ ഒരു 3/4 ഓഫ് ടൈം ശ്വാസികനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹിഷാം ആണെങ്കിലും അതെ, നമ്മുടെ അവിടേക്ക് തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ പാട്ടും വൺസ് മോറിൽ വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹിറ്റാണ്. നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി 6 സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും? 17-18 മിനിറ്റ്സ്. അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോള് പോയി, ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത്. സോ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇവർ മാത്രമല്ല, ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട്. രാജ് കിരൺ സാറുണ്ട്, ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ, പ്രൊഡ്യൂസർ കുമാർ സർ, എഡിറ്റർ, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലി എക്സ്പീരിയൻസ് കിട്ടിയതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത്, എന്നാലും ഇവർ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനോട് മോൺസ്റ്റർ, അത് KGF ഡയലോഗ്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവന, ദാറ്റ് തിങ് നോ KGF. എന്തായാലും മനസ്സിലായില്ല കാര്യം.
കുഴപ്പമില്ല. ആ கொஞ்சம் மிக்ஸ் ஆயிடுச்சு. மான்ஸ்டர் கரெக்ட் தானே? அதான் കണ്ടന്റ് കറക്റ്റ് தான். ஆமா ഇമോഷൻ മനസ്സിലായില്ലേ? അത് മതി ഭാഷ. സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്റ്റും ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും. പുള്ളി എങ്ങനെയാണോ, നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക. അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ എടുക്കുന്നത്. സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ഹാവ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഇറ്റ്. അത്ര കഴിഞ്ഞു.